അധ്യായം 17. താര അകത്തേക്ക് കയറി വന്നതും എല്ലാവരും അതിശയത്തോടെ എഴുന്നേറ്റു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, സുഖമാണോ മോനെ? അവർ വരുണിന്റെ മുഖത്ത് തലോടി. വരുൺ വാടിയൊരു ചിരി ചിരിച്ചു. നിന്റെ മുഖമെന്താ വല്ലാതെ നേരുണ്ടല്ലോ? താര അവന്റെ കണ്ണുകൾ വിടർത്തി നോക്കി. ഒന്നുമില്ല ആന്റി, ആന്റി വന്നല്ലേ ഉള്ളൂ, ഒന്ന് റെസ്റ്റ് എടുക്കാം. ഞങ്ങളിന്ന് ഇവിടെ തന്നെയുണ്ട്. വരുൺ ആ കൈ പിടിച്ചു. സഞ്ജു നോക്ക്, ഹീസിൽ, താര വീണ്ടും പറഞ്ഞു. അതിസമർത്ഥയായ ഒരു ഡോക്ടറാണ് താര. അവർക്ക് ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ രോഗം ഡയഗ്നോസ് ചെയ്യാൻ കഴിവുണ്ട്. വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കൂടിയായിട്ടും ഉണ്ട്. അമ്മയൊന്ന് ഫ്രഷായി വാ, എല്ലാം പറയാം. ഗൗരി അമ്മയോട് കൂടെ ചെല്ല. ഗൗരി ഒരു ചിരിയോടെ അമ്മയ്ക്കരികിലെത്തി. സുഖമാണോ മോളെ? അവൾ തലയാട്ടി. സുഷമ എവിടെ? ഞാനിവിടെ ഉണ്ട് ഡോക്ടറമ്മേ. സുഷമ അടുക്കളയിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വന്നു. മിയമോളെ, ഞാനൊന്ന് ഫ്രഷായി താ വരുന്നു. നല്ല വിശപ്പുണ്ട് സുഷമേ, എൻ്റെ പതിവ് കഞ്ഞി കിട്ടുമോ? അയ്യോ, അതെന്നാ ചോദ്യമാ, വേഗം കുളിച്ചു വന്നോളൂ. സുഷമ അടുക്കളയിലേക്ക് വേഗം പിൻവലിഞ്ഞു. ഒന്ന് കുളിച്ച് വേഷം മാറിയപ്പോൾ തന്നെ പകുതി ക്ഷീണം മാറി താരയ്ക്ക്. അവർ തൂവള്ള പൈജാമയും കുർത്തയും ധരിച്ചു. നീളൻ മുടി വിടർത്തിയിട്ടു. പിന്നെ താഴെ ഹാളിലേക്ക് വന്നു. ഇനി പറ, എന്താ വിശേഷം? ഇവനൊരു പനി വന്നു, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്താണ്. അപ്പ പറയുന്നു കിഡ്നി ഡാമേജായി, ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന്. അമ്മ ഇതൊക്കെ നോക്കിക്കേ. സഞ്ജയ് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തു. അവരത് ഓരോന്നായി സസൂക്ഷ്മം വായിച്ചു നോക്കി. പിന്നെ നേരെ ഇരുന്നു. ഡോക്ടർ അലോഷിയാണോ പറഞ്ഞത് കിഡ്നി മാറ്റിവെക്കുക മാത്രമാണ് ഒരേ ഒരു വഴിയെന്ന്? അതെ. ഇത്രയും ടെസ്റ്റുകൾ മാത്രമേ ചെയ്തുള്ളൂ? യെസ്, വരുൺ പറഞ്ഞു. സഞ്ജു പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടമ്മേ. എന്തേ? കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ GFR റേറ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിവിടെ 50% കാണിക്കുന്നുണ്ട്. അതായത് GFR റേറ്റ് 15% താഴെയാണെങ്കിൽ മാത്രമാണ് കിഡ്നി ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ല എന്നും പൂർണ്ണമായും നശിച്ചു പോയി എന്നും അനുമാനിക്കേണ്ടത്. ഇത് അലോഷ് ഡോക്ടർക്ക് അറിയാഴികയല്ല, വേറെന്തോ ഒന്നുണ്ട് ഇതിന് പിന്നിൽ. വരുൺ മോനെ, ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നല്ല മരുന്നുണ്ട്. അയാൾ പറഞ്ഞതുപോലെ കിഡ്നി മാറ്റിവെക്കേണ്ട ഗുരുതരമല്ല അവസ്ഥ. സഞ്ജയ് അത്ഭുതത്തോടെയും ആശ്വാസത്തോടെയും വരുണിനെ നോക്കി. വരുണും അങ്ങനെ തന്നെ. മിയ ഗൗരിയുടെ വിരലുകൾ കോർത്തു പിടിച്ചു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താര പുഞ്ചിരിച്ചു. ഇനി കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യണം, എന്നാലേ പൂർണ്ണമായും ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്നാൽ പോലും ഞാൻ ഷുവറായി പറയുന്നു, കിഡ്നി മാറ്റിവെക്കേണ്ട ഗുരുതരമല്ല അവസ്ഥ. ആൻറ്റി, ഈ സമയത്ത് ആൻറ്റി ഇവിടെ ഇപ്പോൾ എത്തിച്ചത് ദൈവമാണ്. ആൻറ്റി വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇവനും. താര അവൻ പറയുന്നത് മനസ്സിലാവാതെ സഞ്ജയെ നോക്കി. ഡോണർ റെഡിയായില്ലെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. എൻ്റെ മാച്ചാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് ഞാനും പറഞ്ഞു. അതാണ് ഇവൻ പറഞ്ഞത്. സഞ്ജയ് പുഞ്ചിരിയോടെ അമ്മയോട് പറഞ്ഞു. നിനക്കത് തീരുമാനിക്കും മുന്നേ എന്നോടൊന്ന് ആലോചിക്കാൻ തോന്നിയില്ലല്ലോ സഞ്ജു. ഇപ്പോൾ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇത്രയുള്ളൂ നിനക്ക് ഞാൻ. സഞ്ജയ് വല്ലാതായി. അമ്മയോട് പറയാതെ ഞാനത് ചെയ്യുമോ? പക്ഷെ അമ്മ വന്നത് നന്നായി. ഞാൻ ഫോണിൽ വരാൻ പറഞ്ഞപ്പോൾ അമ്മ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഓർത്തില്ല. പിന്നെ ഇന്നലത്തെ ഒരു അവസ്ഥയിൽ വിളിക്കാനൊന്നും തോന്നിയില്ല. സോറി അമ്മേ. താരയ്ക്ക് അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. സാരമില്ല, പോട്ടെ, ഞാൻ കൂടി വരാം നാളെ ഹോസ്പിറ്റലിൽ. ഞാൻ സംസാരിക്കാം. അലോഷിയെ എനിക്കറിയാവുന്നതല്ലേ. അങ്ങനെ അത് തീരുമാനമായി. അമ്മ വന്നത് എല്ലാവർക്കും ധൈര്യമായി. അല്ലെങ്കിലും അമ്മയാണല്ലോ ഏറ്റവും വലിയ ധൈര്യം. ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ധൈര്യമുള്ളയാളും അമ്മ തന്നെ. രാത്രി സഞ്ജയ് വരുണിനും മിയയ്ക്കും താഴെ മുറി ഒരുക്കി കൊടുത്തു. അമ്മ മുകളിൽ അവൻ്റെ മുറിക്ക് സമീപമുള്ള മുറിയിൽ തന്നെ. വാതിലടച്ചു മിയ വരുണിൻ്റെ അരികിൽ വന്നിരുന്നു. വരുൺ തൻ്റെ ശിരസ് അവളുടെ മടിയിലേക്ക് ഉയർത്തി വെച്ചു. വരുൺ, മിയ വിളിച്ചു. സഞ്ജുവിന് തോന്നിയത് എനിക്ക് തോന്നിയില്ലല്ലോ വരുൺ. ഞാനത് ആലോചിച്ചില്ല. കേട്ടപ്പോൾ തന്നെ ഞാൻ തളർന്നുപോയി. എന്ത് ചെയ്യണമെന്നോ മുന്നോട്ടെങ്ങനെയെന്നോ ഓർക്കാൻ കഴിയാത്ത പോലെ ബുദ്ധി മരവിച്ചു പോയി. സത്യത്തിൽ ആദ്യം ഞാനല്ലേ പറയേണ്ടിയിരുന്നത് എൻ്റെ കിഡ്നി തരാമെന്ന്? ഞാൻ സ്വാർത്ഥയാണ് അല്ലേ വരുൺ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. നീ ഡിസ്റ്റർബ് ആയതും എനിക്ക് മനസ്സിലായി. നീ അങ്ങനെ ചോദിച്ചില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. നിന്റെ മനസ്സ് എനിക്കറിയാം. വരുൺ അവളുടെ കൈവെള്ളയിൽ ചുംബിച്ചു. പക്ഷെ സഞ്ജു ഒറ്റ ദിവസം കൊണ്ട് ഡിസിഷൻ എടുത്തു. സഞ്ജുവിനാണ് വരുണിനെ ഏറ്റവും ഇഷ്ടം. സഞ്ജു സ്നേഹിക്കുന്ന പോലെ എനിക്ക് പറ്റില്ല. മിയയ്ക്ക് സങ്കടം തന്നെ. മിയ, അവൻ സ്നേഹിക്കും പോലെ എൻ്റെ അമ്മ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല. ആരും ഈ ഭൂമിയിൽ അത്രയും പ്രിയപ്പെട്ടതല്ല. ദൈവം തന്ന അനുഗ്രഹമാണ് എനിക്കവൻ. അതിനർത്ഥം നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്നല്ല. നീ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമാണ് മോളെ. ഇപ്പോൾ നിന്നെ ഓർത്താണ് ഏറ്റവും സങ്കടം. എനിക്കെന്തെങ്കിലും വന്നാൽ നീ അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചു. അങ്ങനെയൊന്നും പറയരുത്.
ഇനി ഒന്നും പറയരുത്. വരുൺ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. സഞ്ജയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അവൻ ജനാലയിലൂടെ രാത്രിയെ നോക്കി നിന്നു. ഗൗരി ഉറങ്ങിപ്പോയിരുന്നു. ഇടയ്ക്കുണർന്നപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു. അവൾ എഴുന്നേറ്റു. എന്റെ ചെക്കൻ എന്താ ആലോചിക്കുന്നേ? പുറകിൽ കൂടി ഒരു വരിഞ്ഞു മുറുക്കൽ, മൃദുവായൊരുടൽ തന്നിലേക്ക് അമരുന്നത് അവൻ അറിഞ്ഞു. അവൻ തിരിഞ്ഞവളെ നെഞ്ചിൽ ചേർത്ത് അമർത്തി ഉമ്മ വെച്ചു. കുറച്ചു മുൻപേയുള്ള മനസ്സായിരുന്നുവെങ്കിൽ അവളോട് പ്രണയാർദ്രമായി പെരുമാറാൻ തനിക്ക് കഴിയുമായിരുന്നില്ലല്ലോ എന്ന് അവൻ ഓർത്തു. ഇപ്പോൾ മനസ്സ് ശാന്തമാണ്, സ്വസ്ഥം. വീട്ടിൽ അമ്മയുണ്ട്, വരുൺ, മിയ, എല്ലാവരുമുണ്ട്. ഒരു വലിയ കുടുംബം വീട്ടിലുള്ളതുപോലെ, ഒരു സുരക്ഷിതത്വം. അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചു. കണ്ണുകളിൽ മെല്ലെ ചുണ്ടമർത്തി. എന്റെ കൊച്ചിന് എന്നോട് ദേഷ്യമുണ്ടോ? മൃദുവായി അവൻ ചോദിച്ചു. എന്തിന്? ഞാൻ നിന്നോടൊന്നും പറയാതെ. അവൾ ആ ചുണ്ടിന് മുകളിൽ കൈവച്ചു. ഈ ഹൃദയത്തിൽ വരുൺ ചേട്ടൻ എന്താണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ എന്നേക്കാൾ സഞ്ജു ചേട്ടനെ ഇഷ്ടമാണ് വരുൺ ചേട്ടനെ. വരുൺ ചേട്ടനും അങ്ങനെയാണ്. അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കൂടപ്പിറപ്പുകൾ പരസ്പരം സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എൻ്റെ ഏട്ടനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ, എൻ്റെ ഏട്ടൻ എന്നെ സ്നേഹിക്കുന്ന പോലെ. സഞ്ജയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. താൻ അവളെ ആ പേരിൽ എത്ര വേദനിപ്പിച്ചിരിക്കുന്നു. അവളെ മാത്രമല്ല, വിവേകിനെ ജയിലിൽ പോയി കണ്ടതോർത്തു. അവൻ്റെ മുഖം മാറി തറിഞ്ഞ് ഗൗരി ആ കവിളിൽ പിടിച്ചു. വിഷമിക്കാൻ പറഞ്ഞതല്ല. സഞ്ജു ചേട്ടനൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി, അത്ര തന്നെ. ഒരു തരത്തിൽ ഇതൊക്കെ നന്നായി. എനിക്ക് സഞ്ജു ചേട്ടനെ കിട്ടിയില്ലേ? എൻ്റെ ഏട്ടൻ നിരപരാധിയാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചത് സഞ്ജു ചേട്ടൻ കേസ് അന്വേഷിച്ച് നിരപരാധിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ മരിക്കുമ്പോൾ പോലും അവരേട്ടനോട് ക്ഷമിക്കില്ല. അതോർക്കുമ്പോൾ ഇതെൻ്റെ ഭാഗ്യം. സഞ്ജയ് അവളെ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അല്ല, എൻ്റെ ഭാഗ്യം ആണ് നീ, എൻ്റെ പുണ്യം. മൃഗമായിരുന്നവനെ മനുഷ്യനാക്കിയവൾ. ഗൗരി പുഞ്ചിരിച്ചു. സമയം എത്രയായെന്നറിയുമോ? അവൻ ഇല്ല എന്ന് തലയാട്ടി. 2 മണിയായി. അവൻ വാച്ചിൽ നോക്കി. ശരിയാണ്, പുലർച്ചെയാകാൻ പോകുന്നു. നാളെ ഹോസ്പിറ്റലിൽ പോകണ്ടേ? വേഗം ഉറങ്ങിക്കൂ. അവൾ ബെഡിലെ ഷീറ്റ് ഒന്നുകൂടി വിരിച്ച് കയറിക്കിടന്നു. സഞ്ജയ് അവളുടെ മുകളിലേക്ക് മെല്ലെ ഒന്ന് അമർന്നു. എനിക്ക് വേഗം ഉറങ്ങണ്ട. അവൻ കണ്ണിറുക്കി. അയ്യോ വേണ്ടാട്ടോ. അവൻ്റെ ഉമ്മകളുടെ ചൂടിൽ അവളുടെ എതിർപ്പ് അലിഞ്ഞില്ലാതെയായി. അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ഗൗരി ലൈറ്റ് ഓഫ് ചെയ്തു. ജേക്കബ്സ് ഹോസ്പിറ്റൽ. കൊച്ചി നഗരത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിലൊന്നാണ് ജേക്കബ്സ് ഹോസ്പിറ്റൽ. ഒറ്റ കാര്യം മാത്രം, അങ്ങോട്ട് ചെല്ലണമെങ്കിൽ കൈ നിറയെ പണം വേണം. അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നന്മാർ മാത്രമേ അവിടെ പോകാറുള്ളൂ. ഒരുപാട് പരാതികൾ, പ്രത്യേകിച്ച് അവയവക്കടത്ത് പോലെയുള്ള നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരായി. പക്ഷെ അതൊന്നും എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല. പരാതികൾ ഉന്നയിക്കുന്നവർ എത്ര ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും നിശബ്ദരാക്കാൻ അവർക്ക് ആളുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് വിട്ട് അതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഡോക്ടർ അലോഷി അവിടെ ചാർജ് എടുത്തിട്ട് കഷ്ടിച്ചൊരു വർഷമായതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ എത്തിക്സ് അദ്ദേഹത്തെ പലപ്പോഴും അവിടെ നിന്ന് രാജിവെച്ചിറങ്ങാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അതിന് കഴിയാതെ പോയത് ആ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥതയുള്ള മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ 2 മക്കളായിരുന്നു. ഇരട്ടകളായ ആനിയും ജോജിയും. 1 രൂപ പോലും വാങ്ങാതെ ഹോസ്പിറ്റൽ അധികാരികൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ: അലോഷി ഡോക്ടറുടെ സേവനം. ഉയർന്ന ശമ്പളം കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്. പക്ഷേ മനസാക്ഷിക്ക് നിരക്കാത്ത പലതും ചെയ്യേണ്ടി വരും. പലതിനു നേരെയും കണ്ണടയ്ക്കേണ്ടി വരും. ആദ്യമൊക്കെ അദ്ദേഹത്തിനത് കടുത്ത മാനസിക സംഘർഷത്തിന് ഇടയാക്കി. പിന്നെ എല്ലാ മനുഷ്യരെയും പോലെ തെറ്റുകൾ ശീലമായി. അല്ലെങ്കിൽ അയാൾ അതിനെക്കുറിച്ച് ബോധപൂർവം ഓർക്കാതെയായി. അവിടെയുള്ള ഓരോ ഡോക്ടർമാർക്കും ടാർഗറ്റ് ഉണ്ട്. 1 മാസം ഒരാളുടെ കെയർ ഓഫിൽ ഇത്ര തുക ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അലോഷിക്ക് കഴിഞ്ഞ മാസവും ടാർഗറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മേൽ നല്ല സമ്മർദ്ദമുണ്ടായിരുന്നു. വരുൺ പനിയായി വന്നപ്പോൾ നിരവധി ടെസ്റ്റുകൾ ചെയ്തിരുന്നു. അപ്പോഴാണ് അത് കണ്ടെത്തിയത്. വരുണിന്റെ വൃക്ക മാച്ചായത് കേന്ദ്രമന്ത്രി അശ്വിന്റെ മകനുമായിട്ടാണ് എന്നത്. പിന്നീട് സഞ്ജയ് വരുന്നതുവരെ കാര്യങ്ങൾ തൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെ നടന്നു. വരുണിന് പിന്നിൽ സഞ്ജയ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു. സഞ്ജയ് വന്ന് കാണും വരെ. സഞ്ജയെക്കുറിച്ച് അയാൾ കേട്ടിരുന്നു. എന്തെങ്കിലും പിഴവുണ്ടായാൽ അയാൾക്ക് തോക്കെടുക്കുക തൻ്റെ നേർക്ക് തന്നെയാവുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ഡോണർ ഞാനാകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞെട്ടിയതും അതുകൊണ്ടാണ്. ഹോസ്പിറ്റൽ അധികാരികൾക്ക് മുന്നിൽ പിറ്റേ ദിവസം തന്നെ അയാളെത്തി. ഇതെനിക്ക് സാധിക്കില്ല സർ. ജേക്കബ് ഉമ്മൻ്റെ, അതായത് ഹോസ്പിറ്റലിൻ്റെ ഏക ഉടമസ്ഥൻ്റെ മുഖത്ത് നോക്കി അലോഷി പറഞ്ഞു. ജേക്കബ് കുറുക്കൻ കണ്ണുകളിലൂടെ അയാളെ നോക്കി. സർ, ഇത് സഞ്ജയ് ഉൾപ്പെട്ട കേസാണ്. സഞ്ജയ് എങ്ങനെയുള്ള ആളാണെന്ന് ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് പോലും അറിയാം. നമുക്ക് ടെസ്റ്റുകളിൽ പിഴവ് വന്നെന്നോ മറ്റോ ഒരു നുണ പറഞ്ഞ് ഒഴിവാക്കിക്കൂടെ? താൻ ആരെയാ ഭയക്കുന്നത്? ഡോക്ടറെ, ഈ സഞ്ജയ് ആരാണ്? ഇന്നലെ വന്ന് ചാർജ് എടുത്തൊരു കിളിന്തു പയ്യൻ. അവൻ പ്രായത്തിൻ്റെ തിളപ്പിൽ കുറച്ച് ഷോ കാണിക്കുന്നു. അതും എവിടെ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഗുണ്ടകൾക്ക് നേരെ. അതുപോലെയാണോ ഈ ഹോസ്പിറ്റൽ?
ഡോക്ടർ അലോഷി തലകുടഞ്ഞു. ഇയാൾക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ആ ചെറുക്കൻ മൂർഖൻ സ്വഭാവമുള്ള തെറിച്ചൊരുത്തനാണ്. അവന്റെ ജീവനാണ് വരുണെന്ന് തനിക്ക് മനസ്സിലായതാണ്. വരുൺ പനിക്ക് ചികിത്സ തേടിയപ്പോൾ താൻ കൊടുത്ത മരുന്നിന്റെ താൽക്കാലിക എഫക്റ്റ് ആയിരുന്നു ആ നീരും ക്ഷീണവും. അത് സ്ഥിരമായി താൻ ചെയ്യുന്നതുമാണ്. നീര് കണ്ട് ഭയക്കുന്ന രോഗി ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ ലെവൽ വളരെ ഉയർന്നു കാണിക്കും. കിഡ്നിയുടെ ടെസ്റ്റുകളിലെല്ലാം നോർമൽ റേഞ്ചിന് പുറത്ത് സെറ്റ് ചെയ്യും. അങ്ങനെ വൃക്ക തകരാറിലായി എന്ന് വരെ ബോധ്യപ്പെടുത്തുകയും അവരുടെ വൃക്ക എടുക്കുകയും ചെയ്യും. ഇനി അവർ വേറെ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്ത് പിഴവ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന് ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ അത് വെറും ലാബിലെ പിഴവായി നിസ്സാരവൽക്കരിക്കുകയും തൽക്കാലം അവരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരുകയും ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമുള്ള വൃക്ക ആവശ്യമുള്ളൊരു കോടീശ്വരന് കൈമാറുന്നു. ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്ന ഹൃദയാഘാതത്തിൽ രോഗി മരിക്കുന്നു. ഇതാണ് സ്ഥിരമായി സംഭവിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കം സഞ്ജയുടെ രംഗപ്രവേശത്തോടെ പാളി. അല്ല, താൻ ഭയന്നു. സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? അയാൾ വീണ്ടും ജേക്കബ്സിന്റെ മുന്നിൽ കെഞ്ചി. ജേക്കബ് 2 മാർക്ക് ലിസ്റ്റുകൾ അയാൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു. തൻ്റെ മക്കളുടെയാ, എല്ലാ വിഷയത്തിലും ബിലോ ആവറേജ്. ഇവരെ അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞേക്കട്ടെ. നല്ല പോലെ പഠിച്ച് 10-15 വർഷം കൊണ്ട് പാസ്സായാൽ മതി ഇവർ. ഡോക്ടർ അലൂഷിയുടെ മുഖം താണു. എന്തു വേണം? ജേക്കബ് ഉഗ്രസ്വരത്തിൽ ചോദിച്ചു. ഞാൻ ചെയ്യാം സർ. അയാൾ എഴുന്നേറ്റു. ഗുഡ്. ജേക്കബ് പുഞ്ചിരിച്ചു. കഴുകന്റെ പുഞ്ചിരി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറി വന്ന വരുണിനെ കണ്ട താര അല്പം അതിശയിച്ചു. മുഖത്തുണ്ടായിരുന്ന നീരൊക്കെ മാറിയിരിക്കുന്നു. കുറച്ചുകൂടി ഊർജ്ജസ്വലനായി കാണുന്നു. കാൽപാദത്തിലുള്ള നീരിനും കുറച്ച് കുറവുണ്ട്. അവന്റെ ക്ഷീണവും മാറി. സഞ്ജു, നീ അടുത്തുണ്ടായാൽ മതി കേട്ടോന്നു. നോക്ക്, ആള് മിടുക്കനായി. സഞ്ജയ് ഐജി അങ്കിളിന്റെ കോൾ വന്നതുകൊണ്ട് ഓഫീസിൽ വരെ ഒന്ന് പോവാൻ റെഡി ആവുകയായിരുന്നു. അവൻ തലച്ചിരിച്ച് വരുണിനെ നോക്കി. ശരിയാണല്ലോ, ഇപ്പൊ അസുഖമുണ്ടെന്ന് പറയില്ല. അമ്മേ, എനിക്കൊന്ന് ഓഫീസിൽ പോകണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഞാൻ ജോയിൻ ചെയ്തോളാം. സഞ്ജു വെയിറ്റ്, എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട് മാത്യു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ഞാൻ മോർണിംഗ് പുള്ളിയെ വിളിച്ചു. റിപ്പോർട്ടൊക്കെ വാട്സപ്പ് ചെയ്തു. പുള്ളി പറയുന്നത് ജേക്കബ്സ് ഹോസ്പിറ്റലിൽ സംതിങ് ഈസ് ഫിഷി. അദ്ദേഹം അത്ര നല്ലൊരു റിപ്പോർട്ടല്ല ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞത്. ഡോക്ടർമാർക്കിടയിൽ തന്നെ മോശം അഭിപ്രായമുള്ള ഒന്നാണ് ഈ ഹോസ്പിറ്റൽ. പിന്നെ ഡോക്ടർ അലോഷയുടെ 2 മക്കളും ഇവിടെയാണ് പഠിക്കുന്നത്. ഹി ഓൾസോ ട്രാപ്ഡ് ദെയർ. ആ വാക്കുകൾ സഞ്ജയുടെ ഹൃദയത്തിൽ ഒരു തീമഴ പോലെയാണ് പെയ്തിറങ്ങിയത്. വരുൺ നടുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ അവൻ മുന്നോട്ട് നീങ്ങി. കൺഫേം ആയിട്ട് പറഞ്ഞാൽ പോരെ? നോ. സഞ്ജയ് സത്യത്തിൽ അലറുക തന്നെയായിരുന്നു. മേയും ഗൗരിയും അത് കേട്ട് ഓടി വന്നു. അമ്മ പറ, എനിക്കറിയണം. ഞാനത് ഉറപ്പിച്ച് പറയണമെങ്കിൽ വേറെ ലാബിൽ വേറെ കുറച്ച് ടെസ്റ്റുകൾ നടത്തണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണം. ഇവിടെ വേണ്ട. സഞ്ജയ് പരിഭ്രമത്തോടെ അമ്മയെ നോക്കി. അമ്മ പ്ലീസ് എന്നോട് പറ, എന്താ? എൻ്റെ കൂടെയുള്ളൊരു ഡോക്ടർ നെൽസൺ ഉണ്ട് US. അദ്ദേഹം ഒരിക്കൽ കേരളത്തിലുള്ളൊരു ഹോസ്പിറ്റലിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് കണ്ടെത്തിയ കുറച്ചു കാര്യങ്ങൾ. അതായത് ചില മരുന്നുകൾ താൽക്കാലികമായി ഇത്തരം അവസ്ഥയുണ്ടാക്കാൻ സാധിക്കും. മറുമരുന്നുകൾ കൊണ്ടത് മാറുകയും ചെയ്യും. വരുൺ പറഞ്ഞത് പനിക്ക് ചികിത്സ തേടി പോയി എന്നല്ലേ? വരുൺ തലയാട്ടി. അന്ന് തന്ന മെഡിസിൻ സ്ട്രിപ്സിൻ്റെ ഓർമ്മയുണ്ടോ? വല്ലതും ഉണ്ടോ കയ്യിൽ? ഇല്ല. അവർ ഒരു ഇഞ്ചക്ഷൻ തന്നിരുന്നു. പിന്നെ സ്ട്രിപ്സ് ഇല്ലാത്ത കുറച്ച് മരുന്നുകൾ. 3 ദിവസം കഴിഞ്ഞ് അസുഖം മാറിയെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫ്ലമേഷൻ വന്നു. ആ ഇഞ്ചക്ഷനാണ് കുഴപ്പം ചെയ്തിരിക്കുക. ഒന്നുകിൽ വരുണിൻ്റെ കിഡ്നിക്ക് മാച്ചായ ഏതോ ആൾ ബുക്കിംഗ് ഓർഡറിലുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തോ പ്ലാനുണ്ട്. എന്തിനും ഉറപ്പ് പറയാൻ എല്ലാ ടെസ്റ്റും ഒന്നേന്ന് ചെയ്യണം. എനിക്ക് സംശയം ഈ ടെസ്റ്റുകൾ പോലും ഫേക്ക് ആണെന്നാണ്. നെൽസൺ ജോലി ചെയ്തിരുന്ന ഈ ഹോസ്പിറ്റലാണെന്നാണ് എൻ്റെ ഓർമ്മ. അയാൾക്കിതൊക്കെ കണ്ടിട്ട് അടുത്ത് നാട് വിടുകയായിരുന്നു. എതിർക്കുന്നവർ ഈ ഭൂമിയിൽ കാണില്ല, അവർ കാണിക്കില്ല. അതുകൊണ്ട് ആളെ പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ പേരെനിക്ക് നെൽസനോട് ഒന്നുകൂടെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യണം, ഈ ആശുപത്രി തന്നെയാണോ എന്ന്. സഞ്ജയ് സെറ്റിയിലേക്ക് ഇരുന്നു പോയി. ഇതിൽ നീ ഇടപെടുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. നീ ഇൻവോൾവ് ആയ സ്ഥിതിക്ക് അവർ പിന്മാറാനാണ് സാധ്യത. അല്ല, ഇനി എൻ്റെ നിഗമനങ്ങൾ തെറ്റാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കും. പൊടുന്നനെ വരുണിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഡോക്ടർ അലോഷി കോളിംഗ്. വരുൺ അത് അവരെ കാണിച്ചു. ദേ ആർ ഓവർ സ്മാർട്ട്. അവൻ പിറുപിറുത്തു. സഞ്ജയ് ഫോൺ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.